കാറ്റത്തെ കിളിക്കൂടിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗായത്രി തൻ്റെ ബർത്ത്ഡേക്ക് സുധീഷിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് വൈകിട്ട് വീട്ടിൽ വെച്ച് ചെറിയൊരു ഫംഗ്ഷനുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. കേക്ക് മുറിച്ച് ചെറിയൊരു പരിപാടി. സുധീഷ് വരണമെന്ന് പറയുമ്പോൾ സുധീഷിന് അതിലൊട്ടും താല്പര്യം തോന്നുന്നില്ല. നിധിയെ കാണിക്കാൻ വേണ്ടി മാത്രം സുധീഷ് ഇങ്ങനെ ഗായത്രിയുടെ അടുത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുധീഷിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് ഒട്ടും താല്പര്യം തോന്നുന്നില്ല. വരില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഗായത്രി സമ്മതിക്കുന്നില്ല. സുധീഷ് എന്ത് പറഞ്ഞാലും ഇല്ല ഇല്ല എന്ന മറുപടി മാത്രമാണല്ലോ തരുന്നത്. ഞാൻ കോൾ ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് സംസാരിക്കാറ്. പക്ഷേ നേരിട്ട് കാണുന്ന സമയത്ത് അത്രയ്ക്ക് സന്തോഷമില്ലാത്തതുപോലെയാണല്ലോ. അതും നമ്മൾ രണ്ടുപേരും തനിച്ചുള്ള സമയത്ത്. സുധീഷ് പ്ലീസ് എന്തായാലും വൈകിട്ട് വീട്ടിലെത്തണമെന്ന് പറയുമ്പോൾ സുധീഷ് ഓക്കെ എന്ന് പറയുകയാണ്. അങ്ങനെ സുധീഷ് ഓട്ടമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് നികേഷിനോടൊപ്പം ഓൺലൈൻ ഗെയിമിംഗ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നിധി വരുന്നുണ്ട്. രണ്ടുപേരുടെയും പരിസരം മറന്നുള്ള സംസാരവും ചിരിയും കളിയൊക്കെ കണ്ടിട്ട് നിധി അല്പനേരം നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് നികേഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ നികേഷ്, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? കണ്ടില്ല ചേട്ടത്തി, ഞങ്ങൾ ഓൺലൈൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണോ ഇത്ര ബഹളം? ഇത് നല്ല രസമുള്ള ഗെയിമാ ചേട്ടത്തി. നീ അത് നിർത്തിവെക്കേ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഇത് കേട്ട് നികേഷ് കളി നിർത്തുവാണ്. സുധീഷേട്ടാ ഒന്ന് നിർത്തിയേ, ദേ ചേട്ടത്തിക്ക് എന്തോ പറയാനുണ്ടെന്ന്. അപ്പോൾ സുധീഷ് ചേട്ടത്തിയോ, ഏത് ചേട്ടത്തി എന്ന് ചോദിക്കുകയാണ്. ദേ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സുധീഷ് കിടക്കുന്നിടത്തുനിന്ന് തല ഒന്ന് പൊക്കി നോക്കുകയാണ്. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് സുധീഷ്. നിധി അവിടെ കിടന്നിരുന്ന് ചെയറിൽ ഇരിക്കുന്നുണ്ട്. ഇന്ന് ഓഫീസിലെ എൻ്റെ ആദ്യത്തെ പ്രസൻറ്റേഷൻ ആയിരുന്നു. അത് സക്സസ് ആയി. അത് കലക്കി, കൺഗ്രാജുലേഷൻ ചേട്ടത്തി എന്ന് പറയുകയാണ് നികേഷ്. ഇത് കേട്ട് നമ്മുടെ നിധിക്ക് സന്തോഷമാവുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, ഇതിൻ്റെ സന്തോഷത്തിലേ എൻ്റെ സിദ്ധാർത്ഥ് സാറുണ്ടല്ലോ, അദ്ദേഹം കോഫി ഹൗസിലേക്ക് വിളിച്ചതാ ഒരു കാപ്പി കുടിക്കാനായിട്ട്. അത് കേട്ടതും അത്രയും നേരം മൈൻഡ് ചെയ്യാതിരുന്ന സുധീഷിൻ്റെ ഭാവം മാറുകയാണ്. അവൻ്റെ ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് നിധിയോട് ചോദിക്കുന്നുണ്ട്, അതെന്തിനാ നിൻ്റെ MD നിന്നെ കോഫി കുടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഓഫീസിലുള്ളവർക്ക് എല്ലാവർക്കും നിൻ്റെ MDക്ക് എന്നും കോഫി കൊടുക്കാനല്ലേ നേരമുണ്ടായി കാണൂ. സുധീഷിൻ്റെ ദേഷ്യം കണ്ടിട്ട് നിധി ചോദിക്കുന്നുണ്ട്, അല്ല സിദ്ധാർത്ഥ് സാറ് ഞങ്ങളുടെ പ്രൊജക്റ്റ് സക്സസ് ആയതിൻ്റെ പേരിൽ എനിക്കൊരു കോഫി മേടിച്ച് തരാൻ എന്ന് പറഞ്ഞു. അതിന് നിങ്ങളെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ നിൻ്റെ സിദ്ധാർത്ഥ് സാറ് അത്ര വെടിപ്പൊന്നുമല്ല, അയാളൊരു ഒലിപ്പീരാണ്. അത് കേട്ടപ്പോൾ നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേ സാറിനെ കുറിച്ചോ എൻ്റെ ഓഫീസിനെ കുറിച്ചോ വേണ്ടാത്തത് പറയരുത്. എനിക്കതിഷ്ടമല്ല. എൻ്റെ ഓഫീസ് ഒരു ചെറിയ ഓഫീസായിരിക്കും, പക്ഷേ എനിക്കത് വലുത് തന്നെയാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി നേടിയെടുത്തതെന്ന് അറിയാമോ? ഓ പിന്നെ നിൻ്റെ ഓഫീസും നിൻ്റെ സാറും എന്നെ ശ്രദ്ധിക്കാനും ആളുകളൊക്കെ ഉണ്ട്. എനിക്കെൻ്റെ ഗായം ഉണ്ടല്ലോ എന്ന് സുധീഷ് പറയുകയാണ്. എടാ നികേഷേ, നിനക്കറിയാമോ എൻ്റെ ഗായുൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ എന്നെ കാത്തിരിക്കുകയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് നിധിയുടെ മുഖത്തേക്ക് നോക്കുവാണ്. ഗായത്രിയുടെ പേര് കേട്ടതും ശരിക്കും നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. മുഖത്ത് അത് കാണാനുമുണ്ട്. ഉടനെ തന്നെ സുധീഷ് പറയുന്നുണ്ട്, ശരി ശരി, എനിക്ക് പോകാനായിട്ട് നേരമായി, ഞാൻ പെട്ടെന്ന് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അകത്ത് ചെന്ന് 2-3 ഷർട്ട് എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് നിധി കാണാൻ വേണ്ടി തന്നെ അത് പൊക്കി പിടിച്ച് ഉച്ചത്തിൽ നികേഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ നികേഷേ, ഈ 3 ഷർട്ടിലും വെച്ച് ഏതാണ് എനിക്ക് ഏറ്റവും ഭംഗിയുള്ളത്? അതിട്ടുകൊണ്ട് വേണം ഇന്ന് ഗായത്രിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ. അവിടെ അവളുടെ ഫ്രണ്ട്സൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരുടെ മുന്നിലും എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഇത്തിരി ഗ്ലാമറായിട്ടിരിക്കണ്ടേ? ഇത് കേട്ടത് നികേഷ് പറയുന്നുണ്ട്, അതെ, ആ 3 ഷർട്ടും നിങ്ങൾക്ക് ചേരില്ല. ഓ എങ്കിൽ ശരി, ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാം എന്നും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവാണ് സുധീഷ്. പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം നമ്മുടെ നിധി ഒരു കപ്പ് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നികേഷും കുടിക്കുന്നുണ്ട്. ദേ ചേട്ടാ, നിങ്ങളുടെ കാപ്പി അതായിരിക്കുന്നു, അതെടുത്ത് കുടിച്ചോ എന്ന് പറയുവാണ്. ഓ പിന്നെ കാപ്പി, എനിക്ക് കാപ്പിയൊന്നും വേണ്ട, ഗായത്രി കട്ട് ചെയ്യുന്ന കേക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഇതും പറഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിൽക്കുകയാണ് സുധീഷ്. കുറച്ച് പൗഡറും കുറേ അധികം സ്പ്രേയും അടിക്കുകയാണ്. തുരുതുരാ സ്പ്രേ അടിക്കുന്നത് കണ്ടിട്ടും അതിൻ്റെ മണം സഹിക്കാൻ കഴിയാതെ നിധി
മൂക്ക് പൊത്തിയിരിക്കുകയാണ്. ഇത് കണ്ട് നികേഷിന് സഹിക്കുന്നില്ല. നികേഷ് പറയുന്നുണ്ട്, ദേ സുധിഷേട്ടാ എന്താ ഈ കാണിക്കുന്നത്, എന്തിനാ ഇങ്ങനെ സ്പ്രേ അടിക്കുന്നത്, ദേ കണ്ടോ നിധിയെ ഏട്ടത്തേക്ക് ആകെ ഇറിറ്റേഷനായി, അവർ കോമിറ്റ് ചെയ്യാൻ പോലും തോന്നുന്നുണ്ട്, ഒന്ന് നിർത്തുമോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സുധീഷ് ഇറങ്ങാൻ നോക്കുവാണ്. പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് നിധിയുടെ മുഖത്തേക്ക് നോക്കുവാണ് സുധീഷ്. എന്താ നിധി, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കെന്തിനാ ദേഷ്യം വരുന്നത്, നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ, ഗായത്രിയുടെ വീട്ടിലേക്കോ കേക്ക് കട്ട് ചെയ്യാനോ കഴിക്കാനോ എങ്ങോട്ട് പോയാലും എനിക്ക് ഒരു പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലെ കാപ്പിയുടെ കപ്പ് എടുത്തുകൊണ്ട് റൂമിലേക്ക് കയറി പോവാണ് നിധി. എന്നാൽ നികേഷ് പെട്ടെന്ന് എഴുന്നേറ്റ് സുധീഷിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ സുധീഷേട്ടാ, ഇതൊന്നും നല്ലതിന് വേണ്ടിയല്ല കേട്ടോ. ഈ ചേട്ടത്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇതിനെല്ലാം തികച്ച് ഒരു ദിവസം ചേട്ടത്തി പ്രതികാരം ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. ഇതും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നികേഷ് അങ്ങ് റൂമിലേക്ക് പോവാണ്. അങ്ങനെ സുധീഷ് ഗായത്രി അയച്ചു കൊടുത്ത ലൊക്കേഷനിലെത്തുന്നുണ്ട്. അവിടെ എത്തിയതും സുധീഷിന് അവളുടെ വീട് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഫോൺ എടുത്ത് വിളിച്ചു നോക്കുകയാണ്. ഗായത്രി, ഞാനിവിടെ നീ അയച്ച ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്, പക്ഷെ നിൻ്റെ വീട് ഏതാണെന്ന് എനിക്ക് അറിയുന്നില്ല. സുധീഷ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് കേട്ടതും ഗായത്രിക്ക് ഒത്തിരി സന്തോഷമാവാണ്. ദേ സുധീഷ്, നീ അവിടെ നിൽക്ക്, ഞാനിതാ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഓടി പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്ത് തന്നെ നമ്മുടെ സുധീഷ് നിൽക്കുന്നത് കാണുമ്പോൾ ഓടി അവൻ്റെ അടുത്തെത്തുന്നുണ്ട്. ദേ ആ വീടാണ് എൻ്റെ, വാ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. സുധീഷ് പറയുന്നുണ്ട്, ദേ ഗായത്രി വിട്, ഞാൻ എൻ്റെ കാറൊന്ന് പാർക്ക് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അതിന് പോലും ഗായത്രി സമ്മതിക്കുന്നില്ല. തൻ്റെ കൈ സുധീഷിൻ്റെ കൈയിന് ഇടയിലൂടെ കൂട്ടിപ്പിടിച്ചിട്ട് മുറുകെ പിടിച്ചിട്ടാണ് നടക്കുന്നത്. സുധീഷ് വിടുവിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഗായത്രി വിടുന്നില്ല. നേരെ ഹാളിലേക്ക് ചെല്ലുവാണ്. അവിടെ കുറേ ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ട്. ഗായത്രിയുടെ ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും എല്ലാം ഉണ്ട്. അവരുടെ മുന്നിലെ സുധീഷിനെ പിടിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സുധീഷ്, എൻ്റെ സുധീഷ്. ഇത് കേട്ട് സുധീഷ് അവളുടെ മുഖത്തേക്ക് നോക്കുവാണ്. എല്ലാ ഫ്രണ്ട്സിനെയും പരിചയപ്പെടുന്നുണ്ട്. അതിലൊരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ തൊഴിലെന്താണ്? പെട്ടെന്ന് ഗായത്രി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഡ്രൈവറാണ്, നന്നായിട്ട് വണ്ടി ഓടിക്കും, പിന്നെ നല്ല ജോക്കും പറയും, എനിക്ക് നല്ല ഇഷ്ടമാണ് സംസാരം കേട്ടിരിക്കാൻ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇല്ലാതാവും. ഇത് കേട്ട് സുധീഷ് ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവർ സംസാരിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു കുട്ടി പറയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്താലോ? ഇത് കേട്ട് നമ്മുടെ ഗായത്രി പറയുന്നുണ്ട്, ശരി എങ്കിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, നിന്റെ ബർത്ത്ഡേ അല്ലേ, നീ കേക്ക് കട്ട് ചെയ്യുമെന്ന് സുധീഷ് പറയുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാമെന്ന് ഗായത്രി നിർബന്ധിക്കുകയാണ്. അത് വേണ്ട ഗായത്രി, നിന്റെ ബർത്ത്ഡേ അല്ലേ, നീ കട്ട് ചെയ്യുമെന്ന് പറയുവാണ്. അങ്ങനെ ഗായത്രി കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്ത് ആദ്യം തന്നെ നമ്മുടെ സുധീഷിന് കൊടുക്കാനായിട്ട് നോക്കുന്ന സമയത്ത് സുധീഷ് പെട്ടെന്ന് പിറകിലേക്ക് മാറി നിൽക്കുകയാണ്. ഏയ് സുധീഷ്, നീ എന്താ അവിടെ പോയി നിൽക്കുന്നത്, ഇങ്ങും വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അല്ല ഗായത്രി, നീ ഫ്രണ്ട്സിനൊക്കെ കൊടുക്ക് എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല, നീ ആദ്യം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് നമ്മുടെ സുധീഷിന് കൊടുക്കുവാണ്. സുധീഷിനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. കേക്കിൻ്റെ ഒരു പീസ് എൻ്റെ വായിൽ തരുന്നില്ലേ എന്ന് ഗായത്രി ചോദിക്കുമ്പോൾ അതിനെന്താ തരാലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പീസ് കേക്ക് എടുത്ത് ഗായത്രിക്ക് കൊടുക്കുവാണ്. ഇതെല്ലാം അവളുടെ ഫ്രണ്ട്സ് വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഗായത്രി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് ഗിഫ്റ്റൊന്നും കൊടുന്നില്ലേ? അപ്പോഴാണ് സുധീഷ് ഞെട്ടുന്നത്. അല്ല ഗിഫ്റ്റൊന്നും വാങ്ങിച്ചില്ലല്ലോ, അവൾ പ്രത്യേകം ഓർമ്മിപ്പിച്ചതായിരുന്നു വരുമ്പോൾ ഗിഫ്റ്റ് കൊണ്ടുവരണമെന്ന്. ഒരു നിമിഷം സ്റ്റക്കായെങ്കിലും പെട്ടെന്ന് സുധീഷ് ആക്റ്റീവ് ആവുന്നുണ്ട്. അവിടെ കിടന്നിരുന്ന ചെയറിൽ കുറച്ച് റോസാപ്പൂക്കൾ ഇരിക്കുന്നുണ്ട്. അതിലൊന്നെടുത്ത് സുധീഷ് ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞുകൊണ്ട് ഗായത്രിക്ക് നേരെ നീട്ടുവാണ്. ഇത് കണ്ട് ഗായത്രിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് നിങ്ങളെല്ലാവരും ഇത്രയ്ക്ക് ക്ലാപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? എൻ്റെ ആള് എനിക്ക് റോസാപ്പൂ തന്നു, അതിനിത്രയ്ക്ക് ക്ലാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് വളരെ ഗമയോടുകൂടി നിൽക്കുകയാണ് ഗായത്രി. പക്ഷേ സുധീഷിന് ആകെ ടെൻഷനായി. ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? വളരെ തമാശയായിട്ട് തുടങ്ങിയൊരു കാര്യമാണ്, നമ്മുടെ നിധിയെ ചൂണ്ടി പിടിപ്പിക്കാൻ വേണ്ടി മാത്രം. ഇത് സീരിയസ് ആവുകയാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. സുധീഷിനൊരു പേടി തോന്നുന്നുണ്ട്. എങ്കിൽ ശരി, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുക്കാമെന്ന് ഫ്രണ്ട്സ് പറയുന്നുണ്ട്. അങ്ങനെ സെൽഫി എടുക്കുകയാണ്. അങ്ങനെ ഗായത്രി പോസ് ചെയ്യുന്നത് നമ്മുടെ സുധീഷിൻ്റെ തോളിൽ ചാരി നിന്നാണ്. സുധീഷിനകത്ത് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. സുധീഷ് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. ബോയ്സ് ബിയർ ബോട്ടിൽ എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. സുധീഷിനെ ക്ഷണിക്കുന്നുണ്ട്. ബ്രോ വാ എന്ന് വിളിക്കുമ്പോൾ എങ്ങോട്ടെങ്കിലും ചോദിക്കുമ്പോൾ ഇതാ
എനർജി ഡ്രിങ്ക് ഇത് കഴിക്കാനെന്ന് പറഞ്ഞ് ബോട്ടിലെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഏയ് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? പപ്സും സെവനപ്പും ഒക്കെ കുടിക്കുന്ന ടൈമാണിപ്പോൾ. അങ്ങനെയല്ലേ എല്ലാ ആഘോഷങ്ങളിലും നടക്കുന്നത്. നിങ്ങൾ എന്തായി ചെയ്യുന്നതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ 90 കിഡ്സ്, ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെയല്ല, ഇതില്ലാതെ പറ്റില്ല. അപ്പോൾ സുധീഷ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ കുട്ടികളൊക്കെ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? പെട്ടെന്ന് ഗായത്രി വന്ന് സുധീഷിൻ്റെ കയ്യിൽ ഇറുകെ പിടിക്കുകയാണ്. എന്നിട്ട് തോളിൽ അങ്ങനെ ചാരി കിടക്കുന്നത്. ഇത് കണ്ട് കൂട്ടുകാരികൾ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിൽ ആരാണ് ആദ്യം പ്രൊപ്പോസ് ചെയ്തത്? അപ്പോൾ ഗായത്രി ഒട്ടും അടിക്കാതെ പറയുന്നുണ്ട്, അത് ഞാൻ തന്നെയാണ്. ഇദ്ദേഹം അതിനോട് യെസ് പറയുകയും ചെയ്തു. സുധീഷ് അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇതെപ്പോ? ഞാനെപ്പോ യെസ് പറഞ്ഞു? ഇവള് തന്നെ എല്ലാത്തിനും തീരുമാനമെടുക്കുന്നു. ഇതിപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സുധീഷ്. നിന്റെ ലവ് സ്റ്റോറി പറ എന്ന് കൂട്ടുകാരികൾ ഗായത്രി നിർബന്ധിക്കുകയാണ്. അങ്ങനെ ഗായത്രി പറഞ്ഞു തുടങ്ങുവാണ്. സുധീഷിനെ ആദ്യം കണ്ടതും അവൻ്റെ വണ്ടിയിൽ തൻ്റെ ഫോൺ മറന്നു വെച്ച് പോയതും അതിനുശേഷം സുധീഷ് ആ ഫോൺ എടുത്ത് താൻ ഇറങ്ങിയ ആ സ്ഥലത്ത് വന്ന് തൻ്റെ കയ്യിൽ അത് ഏൽപ്പിച്ചതും എല്ലാം പറയുന്നത് കേട്ട് സുധീഷ് ഒന്നും ഓർക്കുന്നില്ല. സുധീഷിന് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായോ എന്ന് പോലും അറിയില്ല. ഇതെല്ലാം എപ്പോൾ സംഭവിച്ചു എന്നാണ് സുധീഷ് ചിന്തിക്കുന്നത്. അങ്ങനെ സുധീഷിന് എന്തുകൊണ്ടാണ് ഗായത്രി ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടി പറയാനായിട്ട് സുധീഷിന് കഴിയുന്നില്ല. അങ്ങനെ ഒരു ഇഷ്ടം ഒരിക്കലും ഗായത്രിയോട് സുധീഷിന് തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മറുപടി പറയാതെ നിൽക്കുന്നത് കണ്ട് കൂട്ടുകാരിൽ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, ഞങ്ങൾ തെറ്റായ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഏയ് അല്ല ഗായത്രിയോട് പതിയെ സുധീഷ് പറയുന്നുണ്ട്, ഗായത്രി എനിക്ക് റെസ്റ്റ് റൂമിലൊന്ന് പോകണം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങിയതും നമ്മുടെ സുധീഷിനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുവാണ്. താൻ കളിച്ച് ഇത് എവിടം വരെ എത്തിച്ചു, ഇനി ഇതെങ്ങനെ അവസാനിപ്പിക്കും എന്ന് ചിന്തിച്ച് ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് സുധീഷ്. അപ്പോഴാണ് ഗായത്രിയുടെ കോള് വരുന്നത്. ഗായത്രിയാണെങ്കിൽ കുറച്ചു നേരമായി സുധീഷ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്നിട്ടും എന്താ തിരിച്ച് അകത്തേക്ക് കാണാത്തത് എന്ന് വിചാരിച്ചാണ് വിളിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് സുധീഷ് ആ കോള് കട്ട് ചെയ്ത് ഓടി വണ്ടിയിൽ കയറുകയാണ്. പെട്ടെന്ന് കാറെടുത്ത് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതേ സമയം കിളിക്കൂട്ടിലാണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലേറ്റിൽ ഒരു ഓംലെറ്റ് അധികം ഇരിക്കുന്നത് കണ്ട് നികേഷ് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഇത് ഞാൻ എടുത്തോട്ടെ? അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, വേണ്ട, അത് ഞാൻ സുധീഷിന് വെച്ചിട്ടുള്ളതാ, നിനക്ക് വേണമെങ്കിൽ ഇതെടുത്തോ എന്ന് പറഞ്ഞ് തൻ്റെ പ്ലേറ്റിലുള്ളത് കാണിച്ചു കൊടുക്കുവാണ്. ഏയ് അത് വേണ്ട എന്ന് നികേഷ് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ, സുധീഷ് ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയിട്ടുള്ളതല്ലേ, വരുമ്പോൾ കഴിച്ചിട്ടാവും വരുന്നത്, അതവന് കൊടുത്തേക്ക്. ഇല്ല മോളെ, അവൻ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ചോദിക്കും, അതെനിക്ക് അറിയാവുന്നതാ എന്ന് പറയുമ്പോഴേക്കും പുറത്തുനിന്ന് സുധീഷ് കയറി വരുവാണ്. ആഹാ, എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. നീ പോയി കൈ കഴുകിയിട്ട് വാ, നിനക്കുള്ള ഭക്ഷണം ഞാൻ വിളമ്പി വെക്കാമെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലെന്ന് ഹരീഷ് ചോദിക്കുകയാണ്. ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് കൈ കഴുകി വരുവാണ് സുധീഷ്. ഭക്ഷണം വളരെ തിടുക്കപ്പെട്ട് കഴിക്കുകയാണ് സുധീഷ്. ആരെയും ശ്രദ്ധിക്കുന്നില്ല. നികേഷും ഹരീഷൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സുധീഷിന് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും മറുപടി സുധീഷ് പറയുന്നില്ല. സത്യം പറഞ്ഞാൽ സുധീഷ് അതൊന്നും കേൾക്കുന്നില്ല. അവൻ്റെ മനസ്സിൽ ഗായത്രിയുടെ വീട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങളാണ്. ഇടയ്ക്ക് സുധീഷ് ഒന്ന് തലപൊക്കി നോക്കുമ്പോൾ എല്ലാവരും തന്നെ നോക്കിയിരിക്കുന്നതാണ് കാണുന്നത്. അല്ല ഇതെന്താ എല്ലാവരും എന്നെ നോക്കിയിരിക്കുന്നത്, ഭക്ഷണം കഴിക്കാത്തത് എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, അല്ല ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷനല്ലേ പോയത്, അവിടെ നിന്നൊന്നും കിട്ടിയില്ലേ, എന്താ ഇങ്ങനെ ചറപറാന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ അവിടെ ഇഷ്ടം പോലെ വിഭവങ്ങളുണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു, സ്നാക്സ് ഉണ്ടായിരുന്നു, കൂൾ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, എല്ലാം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചതാ. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലെ ഒരു ഉഗ്രൻ ഷെഫുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കഴിച്ചാലേ എനിക്ക് മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോന്നതാ ഞാൻ എന്ന് പറയുമ്പോൾ ഹരീഷിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതാരെ സുഖിപ്പിക്കാൻ വേണ്ടിയാ ഇങ്ങനെ സംസാരിക്കുന്നത്? ദേ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവരെന്താ നിന്നെ ആട്ടി വിട്ടോ എന്ന് ചോദിക്കുകയാണ്. ദേ നീ മര്യാദക്കിരുന്ന് ഭക്ഷണം കഴിച്ചോ, അതാ നിനക്ക് നല്ലതെന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. സുധീഷ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് ഗായത്രിയാണ്. പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കോൾ എന്തിനാ കട്ട് ചെയ്തത്, സംസാരിക്കാമായിരുന്നില്ലേ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് സുധീഷ് പറയുകയാണ്. എന്നിട്ട് വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. സുധീഷിന് ഇത് എന്താ പറ്റിയതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. വീണ്ടും ഫോൺ റിങ് ചെയ്യുമ്പോൾ
പെട്ടെന്ന് നികേഷ് അതങ്ങ് എടുത്ത് നോക്കുകയാണ്. അതിൽ ഗായത്രി എന്ന് എഴുതി കാണുന്നുണ്ട്. ദാ ഗായത്രിയാണല്ലോ വിളിക്കുന്നത്, എന്നിട്ട് എന്താ ഫോൺ എടുക്കാത്തത്? നീ എന്തിനാ അത് എടുത്ത് നോക്കുന്നത്? ഞാൻ പിന്നെ വിളിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ബലമായി തന്നെ നികേഷിൻ്റെ കയ്യിൽ നിന്നും ഫോൺ എടുത്ത് അത് കോള് കട്ട് ചെയ്തിട്ട് അവിടെ തന്നെ വെക്കുകയാണ്. എന്നിട്ട് വീണ്ടും ചറപറാന്നിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ ചുറ്റും നടക്കുന്നതൊന്നും അറിയുന്നില്ല. എവിടെ പ്ലേറ്റിൽ എന്തൊക്കെയുണ്ട് എന്ന് പോലും അവനക്ക് അറിയുന്നില്ല. ഭക്ഷണം ഇങ്ങനെ വായിലേക്ക് വെക്കുമ്പോൾ വീണ്ടും പ്ലേറ്റിലേക്ക് തന്നെ വീഴുന്നുണ്ട്. ഈ ടെൻഷനും ഈ ഭാവവും ഒക്കെ കണ്ടിട്ട് ഹരീഷ് നികേഷിനോട് പറയുന്നുണ്ട്, നികേഷേ പന്തിയല്ലല്ലോ, എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇന്ന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ശരിയാണെന്ന് നികേഷും പറയുന്നുണ്ട്. വീണ്ടും ഫോൺ അടിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നീ എന്താ ഫോൺ എടുക്കാത്തത്? അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ. എൻ്റെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഞാൻ വിളിച്ചോളാം. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നീ മുൻപൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഭക്ഷണം കഴിക്കുന്നതിനിടയിലും എത്രയോ കോള് നിനക്ക് വന്നിട്ടുണ്ട്, അതെടുത്തൊക്കെ സംസാരിക്കണ്ടല്ലോ, ഇപ്പം എന്താ നിൻ്റെ പ്രശ്നം? വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സുധീഷ് സാധാ മട്ടിൽ പറയുവാണ്. പെട്ടെന്ന് തൻ്റെ പ്ലേറ്റ് സുഭാഷ് ഏട്ടനെ നേരെ നീട്ടിക്കൊണ്ട് സുധീഷ് ചോദിക്കുകയാണ്, കുറച്ച് മീൻ വറുത്തത് തരാമോ? ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ അന്തം വിട്ടിരിക്കുകയാണ്. മീൻ വറുത്തതോ? എടാ ഇന്ന് ദോശയും ചട്നിയുമല്ലേ? ഓഹോ അങ്ങനെയാണോ, എങ്കിൽ ശരി, ഒരു പീസ് മുട്ട പൊരിച്ചത് താ എന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ അവൻ്റെ പ്ലേറ്റിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ നിൻ്റെ പ്ലേറ്റിലല്ലേ മുട്ട പൊരിച്ചത് ഇരിക്കുന്നത്, നിനക്കെന്തത് കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ പ്ലേറ്റിലേക്ക് അവൻ നോക്കുന്നത്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, സോറി സുഭാഷ് ഏട്ടാ, ഞാനത് ശ്രദ്ധിച്ചില്ല. സുധീഷിൻ്റെ ഈ ഭാവമാറ്റമൊക്കെ കണ്ട് നിധി ശ്രദ്ധിച്ച് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ഇതിനിടയിൽ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, ആരാ അവനിങ്ങനെ കോൾ ചെയ്യുന്നത്? തുടരെ വിളിക്കുന്നുണ്ടല്ലോ. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, അത് ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് പരിചയപ്പെട്ട പെൺകുട്ടിയുണ്ടല്ലോ ഗായത്രി, അവളാണ്. അങ്ങോട്ട് തന്നെയാണ് ഇന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് പോയതും. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എന്തിനാ ബസ് സ്റ്റോപ്പിൽ വെച്ച് പരിചയപ്പെട്ട കുട്ടികളുടെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ സുധീഷ് എന്ന് പറയുകയാണ്. അത് സുഭാഷ് ഏട്ടാ, ആ കുട്ടി വിളിച്ചപ്പോൾ ഒന്ന് പോയിന്നേ ഉള്ളൂ. ആ സുഭാഷ് ഏട്ടാ, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ ടെൻഷനായി മുഖത്തെന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ദേ ഹരീഷ് നീ മിണ്ടാതിരുന്നോണം, എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി കിടക്കാൻ നോക്കെന്ന് പറഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോവുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ സുഭാഷ് ഏട്ടനും നിധിയും കിച്ചണിൽ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നികേഷ് വന്ന് സുഭാഷ് ഏട്ടൻ്റെ പിറകിലൂടെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നികേഷേ, നിൻ്റെ പേപ്പർ വല്ലതും കിട്ടിയോ, മാർക്ക് കുറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നികേഷ് ചോദിക്കുകയാണ്, അല്ല എന്താ സുഭാഷ് ഏട്ടൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സുഭാഷ് ഏട്ടനെ വന്ന് കെട്ടിപ്പിടിച്ചതല്ലേ, അതിന് ഇങ്ങനെയാണോ പറയുന്നത്? അത് വളരെ മോശമായി കേട്ടോ എന്ന് പറയുകയാണ്. പെട്ടെന്ന് നിധിയുടെ ഫോണ് റിങ് ചെയ്യുന്നുണ്ട്. അതെടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ്. അത് ദിവ്യയായിരുന്നു. എപ്പോഴാണ് നിധി നീ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്ത് അകത്തേക്ക് കയറി നോക്കുന്ന സമയത്ത് അച്ഛൻ മൂടി പൊതിച്ച് കിടക്കുന്നത് കാണുകയാണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് നിധി. അപ്പോൾ അങ്ങോട്ടേക്ക് സുധീഷ് വരുന്നുണ്ട്. എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല അച്ഛൻ എന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? അത് പുറത്ത് നല്ല മഴയായിരുന്നു കാണും, അപ്പോൾ തണുത്ത് വിറച്ചിട്ടേ പൊതിച്ചു മൂടി കിടക്കുമായിരിക്കും. അതല്ല, എന്തോ പന്തികേടുണ്ട്. അച്ഛൻ നേരത്തെ എഴുന്നേൽക്കുന്നതല്ലേ, പക്ഷെ ഇത് അച്ഛൻ എഴുന്നേൽക്കുന്നില്ലല്ലോ. അത് തണുത്ത് വിറച്ച് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമാവും. നീ വാ നിധി, പോവാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. സുഭാഷ് ഏട്ടാ ഇന്നെന്താ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ദോശയും ചട്നിയും. ഹാളിൽ നിന്നും സുധീഷ് വിളിച്ച് ചോദിക്കുകയാണ്, എടാ ഇതൊക്കെ ഇത്രയ്ക്ക് ചോദിക്കാനുണ്ടോ? നമ്മുടെ സുഭാഷ് ഏട്ടന് ഇത് തന്നെയല്ലേ ഉണ്ടാക്കാൻ അറിയൂ എന്ന് പറയുമ്പോൾ നിധിക്ക് ദേഷ്യം വരുവാണ്. നിധി വിളിച്ച് പറയുന്നുണ്ട്, അതെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഭക്ഷണം വേണമെങ്കിലേ സ്വയം ഉണ്ടാക്കി കഴിക്കണം. ഇത് കേട്ട് സുധീഷിന് സഹിക്കുന്നില്ല. അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവളവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാനത് ഓർക്കാതെയാണ് പറഞ്ഞത്. അല്ല സുഭാഷ് ഏട്ടാ എനിക്ക് ദോശ തന്നെ മതി കേട്ടോ എന്ന് വിളിച്ച് പറയാണ് സുധീഷ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ ചിരിക്കുന്നുണ്ട്, എടാ പഴയ പോലെ നിനക്കെന്നെ എന്തും പറയാമെന്നൊന്നും പറ്റില്ല, എനിക്കും വേണ്ടി ചോദിക്കാൻ ഇവിടെ ആളുണ്ട്, അത് ഓർത്തോണം. ഇന്ന് രാത്രിക്ക് എന്താ വിഭവം എന്ന് ചോദിക്കുമ്പോൾ ചോറും സാമ്പാറും ആലു ഫ്രൈ എന്ന് പറയുകയാണ് സുഭാഷ് ഏട്ടൻ. പെട്ടെന്ന് അവരെല്ലാവരും അന്തം വിട്ട് സുഭാഷ് ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. അവർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
എന്ത് ആലു ഫ്രൈയോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അത് എടാ പൊട്ടാറ്റോ ഫ്രൈ എന്ന് പറയുകയാണ്. പഠിച്ചു എല്ലാം പഠിച്ചു. ഇത് ചാന്ദിനി ചേച്ചിയുടെ കയ്യിൽ നിന്നും പഠിച്ചതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്.